കഴിഞ്ഞ 10 ദിവസം കൊണ്ട് പെട്രോൾ വിലയിൽ ഉണ്ടായ മാറ്റം 8 രൂപയാണ്. ഇനിയും അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. ഫ്യൂവലിന്റെ കോസ്റ്റ് കൂടുന്നതോടുകൂടി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുന്നു. നമ്മുടെ ബേസിക് എക്സ്പെൻസുകളായ ഗ്രോസറി ഉൾപ്പെടെയുള്ളതിന്റെ വില വർദ്ധിക്കുന്നു. എന്നാൽ നമ്മുടെ ഇൻകം ആണെങ്കിലും ഒരു ചേഞ്ചും ഇല്ലാതെ നിൽക്കുന്നു. ഇതിൽ നിന്ന് കരകയറാൻ എന്താണ് ഒരു മാർഗം? ഉത്തരം വളരെ സിമ്പിൾ ആണ്. സ്മാർട്ടായി സ്പെൻഡ് ചെയ്യുക. നമ്മൾ പെട്രോൾ പമ്പിൽ UPI വഴിയോ ക്യാഷ് വഴിയോ കാർഡ് വഴിയോ പേയ്മെന്റ് കൊടുക്കുന്നു. എന്നാൽ ശരിയായ കാർഡ് ഉപയോഗിക്കാത്തത് മൂലം നമുക്ക് നഷ്ടമാകുന്നത് വലിയ റിവാർഡുകളാണ്. ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് 3 ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡുകളാണ്. നമ്മൾ സ്ഥിരമായി ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഔട്ട്ലെറ്റുകൾ IOC, BPCL, HPCL ഈ ഓരോ കമ്പനികൾക്കും യൂസ് ചെയ്യാൻ പറ്റിയ പവർഫുൾ ക്രെഡിറ്റ് കാർഡുകൾ. നിങ്ങൾ സ്ഥിരമായി പെട്രോൾ അടിക്കുന്ന ആളാണെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റുമെന്ന് ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ. ഇന്ത്യൻ ഓയിൽ ഔട്ട്ലെറ്റുകളിൽ ഫ്യൂൽ ഫില്ല് ചെയ്യുന്നവർക്ക് ഇപ്പോഴുള്ള മാർക്കറ്റിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ക്രെഡിറ്റ് കാർഡ് RBLന്റെ ഇന്ത്യൻ ഓയിൽ എക്സ്ട്രാ ക്രെഡിറ്റ് കാർഡാണ്. RBLും ഇന്ത്യൻ ഓയിലുമായി ചേർന്ന് ഇറക്കിയിരിക്കുന്ന കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡാണിത്. അപ് ടു 250 ലിറ്റർ പെട്രോൾ ആനുവലി ഇതാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഈ കാർഡിന്റെ ഡീറ്റെയിൽഡ് ബ്രേക്കപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ കാർഡ് യൂസ് ചെയ്ത് ഇന്ത്യൻ ഓയിൽ ഔട്ട്ലെറ്റിൽ സ്പെൻഡ് ചെയ്താൽ ഓരോ 100 രൂപക്കും 15 ഫ്യൂൽ പോയിന്റ്സ് വരെ നമുക്ക് ലഭിക്കും. ഓരോ ഫ്യൂൽ പോയിന്റിന്റെയും വാല്യൂ ഫ്യൂൽ റിഡംഷൻ ആണെങ്കിൽ 50 പൈസ വരെ നമുക്ക് കിട്ടും. സോ ബേസിക്കലി 7.5% റിട്ടേൺ റേറ്റ് ആണ് ഈ കാർഡിലുള്ളത്. അതിനൊപ്പം 1% സർചാർജ് വേവറും ഉണ്ട്. സോ ഇതൊരു റെഗുലർ ക്യാഷ് ബാക്ക് കാർഡല്ല. ഫ്യൂൽ പോയിന്റ്സ് ഫോർമാറ്റിലാണ് റിവാർഡ് കിട്ടുന്നത്. അത് പിന്നീട് ഫ്യൂൽ റിഡംഷനായി യൂസ് ചെയ്യാം. ഈ കാർഡിന്റെ ജോയിനിങ് ഫീ ആൻഡ് ആനുവൽ ഫീ വരുന്നത് 1500 പ്ലസ് GST ആണ്. ബട്ട് ഈ വർഷം 2.75 ലാക്ക് സ്പെൻഡ് ചെയ്താൽ നെക്സ്റ്റ് ഇയർ ഫീ വേവർ കിട്ടും. ഈ കാർഡ് നൽകുന്ന വെൽക്കം ബെനിഫിറ്റ്, ഈ കാർഡ് ആക്ടിവേറ്റ് ചെയ്ത് ഫീസ് അടച്ചു കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ 500 രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയാൽ 3000 ഫ്യൂൽ പോയിന്റ്സ് ആണ് നൽകുക, വിച്ച് ഈസ് ഈക്വൽ ടു 1500 ഫ്യൂൽ റിഡംഷൻ. ഫ്യൂൽ സ്പെൻഡുകൾ അല്ലാതെയുള്ള നോർമൽ സ്പെൻഡുകൾക്ക് ഓരോ 100 രൂപയ്ക്കും 2 ഫ്യൂൽ പോയിന്റുകളാണ് ലഭിക്കുക. അതുമാത്രമല്ല ഓരോ ക്വാർട്ടറുകളിലും 75,000 നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ 1000 ഫ്യൂൽ പോയിന്റ്സ് നമുക്ക് റിവാർഡായി ലഭിക്കും. ഹൈ സ്പെൻഡേഴ്സിന് നല്ലൊരു ആഡ് ഓൺ ബെനിഫിറ്റ് ആണിത്. ഈ കാർഡ് ഒരു മാസം നൽകുന്ന മാക്സിമം ഫ്യൂൽ പോയിന്റ്സ് 2000 ആണ്. അതായത് കാൽക്കുലേഷനിൽ ഓൾമോസ്റ്റ് 13,000 റുപ്പീസിന് മുകളിൽ ഫ്യൂൽ നമുക്ക് ഫിൽ ചെയ്യാൻ സാധിക്കും. എന്നാൽ അതിനു മുകളിൽ ചെയ്യുന്ന ഫ്യൂൽ ട്രാൻസാക്ഷൻസ് ഒന്നും റിവാർഡ് നമുക്ക് കിട്ടില്ല. 1% ഫ്യൂൽ സർചാർജ് വേവർ അപ് ടു 200 പെർ മന്ത് ഈ കാർഡ് നൽകുന്നുണ്ട്. സോ ഹൂ ഷുഡ് ടേക്ക് ദിസ്? ഇന്ത്യൻ ഓയിൽ ഔട്ട്ലെറ്റുകൾ കാര്യമായി യൂസ് ചെയ്യുന്ന, ഫ്യൂൽ സ്പെൻഡുകൾ ധാരാളമുള്ള, ലോങ് ഡ്രൈവ് പോകുന്ന, ബിസിനസ് യൂസ് ഉള്ളവർക്ക് ഈ കാർഡ് വളരെ യൂസ്ഫുൾ ആണ്. എന്നാൽ ഈ കാർഡിന് വലിയൊരു ഡൗൺ സൈഡ് കൂടിയുണ്ട്. ട്രാവൽ, ഡൈനിങ്, ലൈഫ് സ്റ്റൈൽ ബെനിഫിറ്റ്സ് വളരെ ലിമിറ്റഡ് ആണ്. സോ ഫ്യൂൽ സേവിങ്സ് മാത്രം ലക്ഷ്യം വെക്കുന്നവർക്ക് ഒരു സ്യൂട്ടബിൾ കാർഡാണിത്. BPCLും SBIയുമായി ചേർന്ന് പുറത്തിറക്കിയിരിക്കുന്ന ഇന്ത്യയിലെ മോസ്റ്റ് പോപ്പുലർ ക്രെഡിറ്റ് കാർഡായ SBI ഒക്ടേൻ ക്രെഡിറ്റ് കാർഡ്. ഹോണസ്റ്റ്ലി പറഞ്ഞാൽ BPCL ഔട്ട്ലെറ്റുകളിൽ ഫ്യൂൽ ഫില്ല് ചെയ്യുന്നവർക്ക് വളരെ അഗ്രസീവായ റിവാർഡ് നൽകുന്ന ഒരു കാർഡാണ്. ഈ കാർഡ് യൂസ് ചെയ്ത് BPCL പെട്രോൾ പമ്പുകളിൽ ഫ്യൂൽ സ്പെൻഡ് ചെയ്താൽ ഓരോ 100 രൂപക്കും 25 റിവാർഡ് പോയിന്റ് ലഭിക്കും. ഈ റിവാർഡ് പോയിന്റുകൾ BPC ഫ്യൂൽ വൗച്ചറിനാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ 25 പൈസ വാല്യൂ നമുക്ക് കിട്ടും. അതായത് എഫക്റ്റീവ്ലി 6.25 റിവാർഡ് റേറ്റ് 100 രൂപക്ക് നമുക്ക് കിട്ടും. അതിൽ 1% ഫ്യൂൽ സർചാർജ് വേവർ കൂടി കൂട്ടിയാൽ എഫക്റ്റീവ്ലി 7.25 റിവാർഡ് റേറ്റ് ആണ് ഈ കാർഡ് യൂസ് ചെയ്താൽ കിട്ടുക. ഈ കാർഡിന്റെ ജോയിനിങ് ഫീ ആൻഡ് ആനുവൽ ഫീ വരുന്നത് 1500 പ്ലസ് GST ആണ്. എന്നാൽ ഈ വർഷം 2 ലാക്ക് സ്പെൻഡ് ചെയ്താൽ നെക്സ്റ്റ് ഇയർ ആനുവൽ ഫീ വേവ് ഓഫ് ആയി കിട്ടും. ഈ കാർഡിന്റെ വെൽക്കം ബെനിഫിറ്റ്, കാർഡ് ആക്ടിവേറ്റ് ചെയ്ത് ജോയിനിങ് ഫീ അടച്ചാൽ 6000 റിവാർഡ് പോയിന്റ്സ് നമുക്ക് ലഭിക്കും. അതായത് നമ്മൾ ഫീ അടച്ചതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഫ്യൂവൽ റിഡംഷൻ നമുക്ക് കിട്ടും. ഇനി ഈ കാർഡിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഫ്യൂവലിന് മാത്രമല്ല ഡൈനിങ്, ഗ്രോസറി, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ, മൂവീസ് എന്നിവയ്ക്കും ആക്സിലറേറ്റഡ് റിവാർഡ് പോയിന്റ്സ് കിട്ടും. അതുകൊണ്ട് ഫ്യൂവൽ കാർഡ് എന്ന നിലയിൽ മാത്രമല്ല ഡെയിലി യൂസേജ് കാർഡായി പോലും ഈ കാർഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ്, ഇയർലി 4 കോംപ്ലിമെന്ററി വിസിറ്റ്സ് വരെ കിട്ടുന്നുണ്ട്. ഫ്യൂവൽ കാർഡിൽ ലോഞ്ച് ആക്സസ് കിട്ടുന്നത് ഒരു സോളിഡ് ബോണസ് തന്നെയാണ്. സോ ഹൂ ഷുഡ് ടേക്ക് ദിസ് കാർഡ്സ്? BPCL ഔട്ട്ലെറ്റ്സ് റെഗുലർലി യൂസ് ചെയ്യുന്ന, ഹൈ മന്ത്ലി ഫ്യൂവൽ സ്പെൻസ് ഉള്ള, ഫ്യൂവൽ പ്ലസ് ലൈഫ് സ്റ്റൈൽ കോംബോ കാർഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കാർഡ് ഒരു സോളിഡ് ചോയ്സ് ആണ്. ഹോണസ്റ്റ്ലി ഓവറോൾ ബാലൻസ്ഡ് ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ്സ് ചോദിച്ചാൽ ഈ കാർഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡേഷനിലുണ്ടാവും. ഇനി HPCL യൂസേഴ്സിനായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ക്രെഡിറ്റ് കാർഡ്, IDFC ഫസ്റ്റ് പവർ പ്ലസ് ക്രെഡിറ്റ് കാർഡ്. റീസെന്റ് വളരെ ഫേമസ് ആയ ഒരു ഫ്യൂൽ ക്രെഡിറ്റ് കാർഡാണിത്. കാരണം ഫ്യൂൽ സ്പെൻഡുകൾക്ക് മാത്രമല്ല ഡെയിലി സ്പെൻഡുകൾക്കും ഹൈലി റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു കാർഡാണിത്. ഈ കാർഡ് യൂസ് ചെയ്ത് HPCL ഔട്ട്ലെറ്റിൽ ഫ്യൂൽ ഫില്ല് ചെയ്താൽ ഓരോ 150 രൂപക്കും 30 റിവാർഡ് പോയിന്റ് ആണ് കിട്ടുക. ഓരോ റിവാർഡ് പോയിന്റിന്റെയും വാല്യൂ 25 പൈസയാണ്. സോ ഇൻ ടോട്ടൽ 5% ക്യാഷ് ബാക്ക് കിട്ടും.
എന്നാൽ ഡയറക്ട്ലി പമ്പിൽ സ്വൈപ്പ് ചെയ്യുന്നതിന് പകരം HP Pay ആപ്പിന്റെ വാലറ്റ് ഈ കാർഡ് യൂസ് ചെയ്ത് ലോഡ് ചെയ്ത് പമ്പിൽ HP Pay ആപ്പ് വഴി പേയ്മെന്റ് ചെയ്താൽ 1.5% ഹാപ്പി കോയിൻസ് എക്സ്ട്രാ നമുക്ക് റിവാർഡായി കിട്ടും. സോ എഫക്റ്റീവ് റിട്ടേൺ റേറ്റ് ഓൾമോസ്റ്റ് 5.5% വരെ വരും. ഫ്യൂൽ സ്പെൻഡുകൾക്ക് മാത്രമല്ല ഗ്രോസറി, യൂട്ടിലിറ്റി പേയ്മെന്റ്സ്, ഫാസ്ടാഗ് റീചാർജ് ഇവക്കൊക്കെയും ആക്സലറേറ്റഡ് റിവാർഡ്സ് നൽകുന്ന ഒരു കാർഡാണിത്. ഈ കാർഡിന്റെ ജോയിനിങ് ഫീ ആൻഡ് ആനുവൽ ഫീ 500 rupees ആണ്. ഈ വർഷം 1.5 lakh സ്പെൻഡ് ചെയ്താൽ നെക്സ്റ്റ് വർഷം ഫീ വേവർ ഉണ്ട്. വെൽക്കം ബെനിഫിറ്റും ഈ കാർഡ് നൽകുന്നുണ്ട്. ഈ കാർഡിൽ 500 rupeesന്റെ ഫ്യൂൽ ട്രാൻസാക്ഷൻ HPCL പമ്പിൽ ഫസ്റ്റ് ട്രാൻസാക്ഷനായി ചെയ്താൽ 500 rupees ക്യാഷ് ബാക്ക് ആയി കിട്ടുന്നുണ്ട്. ഫ്യൂൽ കാർഡായിട്ടും ഗ്രോസറീസ്, യൂട്ടിലിറ്റി പേയ്മെന്റ്സ് ഇവക്കൊക്കെ റിവാർഡ് കൊടുക്കുന്നതുകൊണ്ട് ഇതൊരു ഓവറോൾ യൂട്ടിലിറ്റി കാർഡായി കണക്കാക്കാം. സോ ഹൂ ഷുഡ് ടേക്ക് ദിസ്? HPCL ഔട്ട്ലെറ്റുകളെ കാര്യമായി ഡിപ്പെൻഡ് ചെയ്യുന്ന, കാര്യമായി ഫാസ്ടാഗ് യൂസ് ഉള്ള, വൺ കാർഡ് ഫോർ മെനി കാറ്റഗറീസ് എന്ന് കരുതുന്നവർക്ക് ഈ കാർഡ് സ്യൂട്ടബിൾ ഓപ്ഷൻ ആണ്. ഇനി പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇതിൽ 2 കാർഡുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, SBI Octane ആൻഡ് IDFC First Power Plus. അതിൽ തന്നെ IDFCയുടെ കാർഡാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം റിവാർഡ് മാത്രമല്ല, റിവാർഡ് റിഡംഷൻ കൂടി എൻ്റെ കൺസേൺ ആണ്. IDFCയിൽ നമ്മുടെ ട്രാവൽ ബെനിഫിറ്റ്സ് ആയിട്ടും അതിന്റെ റിവാർഡ് പോയിന്റ്സ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഓരോരുത്തർക്കും റിവാർഡ് എങ്ങനെ വേണമെന്ന് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. സോ നിങ്ങൾ തന്നെ ആലോചിച്ച് ഈ 3 കാർഡുകളിൽ ഏറ്റവും സ്യൂട്ടബിൾ ഏതാണെന്ന് തീരുമാനമെടുക്കുക. ഈ 3 കാർഡുകളും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ചാനലുകളുടെ ബയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയക്കാവുന്നതാണ്. ഇതിന്റെ ലിങ്കുകൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ കൊടുക്കുന്നതാണ്. സോ ഗൈസ്, ഫ്യൂൽ പ്രൈസ് ഒരിക്കലും നമ്മുടെ കൺട്രോളിലല്ല, ബട്ട് ഫ്യൂൽ സ്പെൻഡ് ഒപ്റ്റിമൈസ് ചെയ്യുക എപ്പോഴും നമ്മുടെ കൺട്രോളിൽ തന്നെയാണ്. ഓരോ മാസം കണക്ക് കൂട്ടുമ്പോൾ ചെറിയ സേവിങ്സ് ആയി തോന്നാം, ബട്ട് ഇയർലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു വലിയ ഡിഫറൻസ് ഉണ്ടാക്കാനുള്ള എമൗണ്ട് ഉണ്ടാകും. സോ ഓൾവേസ് ചൂസ് റൈറ്റ് ക്രെഡിറ്റ് കാർഡ് ഫോർ സ്പെൻസ്. ഈ വീഡിയോയിൽ പറഞ്ഞ ക്രെഡിറ്റ് കാർഡ്സ് അപ്ലൈ ചെയ്ത് കിട്ടാത്തവർക്ക് വേണ്ടി ലോ ഫീസ് ഉള്ള അല്ലെങ്കിൽ ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഫ്യൂൽ ക്രെഡിറ്റ് കാർഡ്സ് ഡിസ്കസ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സിംപ്ലിഫൈഡ്.